ആദ്യകാലത്ത് ഹിന്ദുക്കൾ വിശ്വസിച്ചിരുന്നത് ഗംഗാനദി സ്വർഗത്തിലൊഴുകുന്ന നദിയെന്നാണ്. ഗംഗാനദി സ്രഷ്ടാവായ ബ്രഹ്മാവിനാൽ ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നീട് ബ്രഹ്മാവ് ഗംഗാനദിയെ ഭൂമിയിലേക്ക് അയക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഗംഗയ്ക്ക് വളരെ ശക്തമായ ഒഴുക്കായിരുന്നു. അവൾ ഭൂമിയിൽ വന്നാൽ ഭൂമി മുങ്ങിപ്പോകുമെന്ന് ഭയപ്പെട്ടു. ഈ കഥയിൽ പരമശിവൻ ഗംഗയുടെ ശക്തമായ ഒഴുക്ക് നിയന്ത്രിക്കാൻ ഇടപെടുന്നു. ഗംഗയുടെ ജലം തൻ്റെ ജടയിൽ ശേഖരിച്ച് ഒരു ജട മാത്രം തുറന്ന് അവളെ ഭൂമിയിലേക്ക് സൗമ്യമായി ഒഴുക്കാൻ അനുവദിക്കുന്നു. ഇങ്ങനെ ഗംഗാനദി ഭൂമിയിലെത്തി ജീവനും ശുദ്ധിയും നൽകുന്ന ജീവനദിയായി. ഹിന്ദുക്കൾ ഗംഗയെ മാതാവെന്ന് വിശേഷിപ്പിക്കുന്നു. കാരണം അവൾ എല്ലാറ്റിനും ജീവൻ നൽകുന്നു. ഗംഗയെന്ന ഈ പുണ്യനദി സ്വർഗത്തിലെ ഒരു നദിയിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നാണ് ഇന്നും വിശ്വസിക്കപ്പെടുന്നത്. ഹിന്ദുമതം ഒരൊറ്റ സൃഷ്ടിയിൽ വിശ്വസിക്കുന്നില്ല, മറിച്ച് സൃഷ്ടിയുടെ ചക്രങ്ങളിലാണ് വിശ്വസിക്കുന്നത്. എന്നാൽ ഈ സൃഷ്ടിയുടെ കഥ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ബ്രഹ്മാവ് പ്രപഞ്ചം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ബ്രഹ്മാവിനെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യം ഉയരുന്നു. ഇത് ഒരു ആനുപൂർവിക ചോദ്യമാണ്, അതിന് ഉത്തരമില്ല. ഋഷിമാർ ധ്യാനത്തിലായിരിക്കുമ്പോൾ സൃഷ്ടി എങ്ങനെ സംഭവിച്ചു എന്നതിൻ്റെ ഒരു ദിവ്യജ്ഞാനം അവർക്ക് ലഭിച്ചു എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇതൊരു ഉന്നതമായ ബോധത്തിലെ അനുഭവമായതിനാൽ സാധാരണ മനുഷ്യർക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ ബുദ്ധിക്ക് അതീതമായ ഒന്നാണെന്നാണ് ഇന്നും വിശ്വസിക്കപ്പെടുന്നത്.